വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിവിൻ പോളി അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്. സൂപ്പർ സ്റ്റാറായ നിതിൻ മോളി തൻ്റെ സിനിമ മുടങ്ങിയതിൻ്റെ സങ്കടത്തിൽ അടിച്ച് ഫിറ്റായി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. അത് സുഹൃത്തുക്കൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അങ്ങനെ വലിയ പൊല്ലാപ്പാകുന്നു, വൈറലാകുന്നു. സംഘികൾക്കും ഇപ്പോൾ ഒരു നിതിൻ മോളിയെ കിട്ടിയിരിക്കുകയാണ്. ND സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ ഹാങ് ഓവറിൽ, തിരുവനന്തപുരത്ത് തോറ്റ് തൊപ്പിയിട്ടതിൻ്റെ അതീവ ദുഃഖത്തിൽ, എല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ സങ്കടത്തിൽ ആ ഹാങ് ഓവറിൽ ഇരുന്ന് ട്വീറ്റോട് ട്വീറ്റ്. ആദ്യം താൻ പൊതുജീവിതത്തിൽ നിന്ന് വിട പറയുകയാണ് എന്ന് ട്വീറ്റിടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വിവാദമാകുന്നു എന്ന് കണ്ടതോടുകൂടി എൻ്റെ ഒരു ഇൻറ്റേണിയാണ് ആ ട്വീറ്റിട്ടത്, ഞാൻ എൻ്റെ പൊതുജീവിതത്തിന് കത്തണിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് തിരുത്തിയൊരു ട്വീറ്റിടുന്നു. അതും കഴിഞ്ഞ് ND സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ഈ ലോകത്തിന് മുഴുവൻ മനസ്സിലായതിനു ശേഷം രാത്രി 10:49 അവസാനമായി എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്വീറ്റിലും ഈ മഹാൻ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJPയുടെ ക്യാബിനറ്റ് മന്ത്രിയാണ് എന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റേ നിതിൻ മോളിയുടെ അതേ മാനസികാവസ്ഥയിൽ കൂടിയാണ് ഈ മനുഷ്യനും കടന്നുപോയത് എന്നുള്ളതിന് ഇനി വേറെ തെളിവ് വേണോ? യഥാർത്ഥത്തിൽ മുതലാളി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠം, നമ്മൾ ടെൻഷനിലുള്ള മാനസികാവസ്ഥയിൽ, പ്രത്യേകിച്ച് ഒരു ഹാങ് ഓവറിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും മൊബൈലോ ലാപ്ടോപ്പോ എടുക്കരുത്. ഇനി എടുത്താൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് തിരിഞ്ഞു പോലും നോക്കരുത്. കാരണം അത് നോക്കും തോറും നമുക്ക് ആദി കൂടും. പിന്നെ വായി തോന്നുന്നതൊക്കെ എഴുതി വിടേണ്ടി വരും. നിതിൻ മോളിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. ഇപ്പം നിതിൻ മോളി സിനിമയിലെ ഒരു കഥാപാത്രമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങേർക്ക് ഒരു സ്റ്റാർഡമൊക്കെ ഉണ്ടായി വന്നു. ഇത് കോമാളി വേഷം കെട്ടി ആടേണ്ടി വരും. നാട്ടുകാരൊക്കെ കോമാളി എന്ന് വലിയ പേരിട്ട് വിളിക്കും. അതാണ് ഇവിടെ ഈ മുതലാളിയുടെ കാര്യത്തിൽ ഹാങ് ഓവർ ഉണ്ടായപ്പോൾ സംഭവിച്ചത്. മറ്റേത് ശരി, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ട്വീറ്റ് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും മാറ്റിയിട്ടതാണ് എന്നൊരു ന്യായത്തിന് പറഞ്ഞാലും സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാണ് എന്നുള്ള കാര്യം രാത്രി 10:49 അവസാനമായി എഡിറ്റ് ചെയ്ത ട്വീറ്റിൽ ഇദ്ദേഹം എങ്ങനെ എഴുതിയിടും? സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനമാണ് കിട്ടിയത് എന്നുള്ളതും 51ാമതാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളതുമൊക്കെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആശാൻ കടുത്ത ഹാങ് ഓവറിലായിരുന്നു. തോറ്റെങ്കിലും മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചു. പക്ഷേ ജോർജ് കുര്യനെ പോലെ കേരളത്തിൽ BJPക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ സ്ഥാനം കൊടുക്കാനാണ് മോദി തീരുമാനിച്ചത്. സുരേഷ് ഗോപിക്ക് പോലും സഹമന്ത്രി സ്ഥാനമാണ് കിട്ടിയത് എന്നുള്ള ആ ദുരന്ത സത്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് മന്ത്രിസ്ഥാനം കിട്ടാത്തതിലുള്ള തൻ്റെ അമർഷം പൊതുജീവനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലൂടെ രാജീവ് ചന്ദ്രശേഖർ എടുത്തത്. ശരിക്കും നമുക്ക് വിഷമമുണ്ടാവും ഇത്തരം ഒരു ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ. കാരണം ഇനി രാജ്യസഭയിൽ MP ആകാൻ കഴിയില്ല, തിരുവനന്തപുരത്ത് തോറ്റു, ഇനി എന്ത് എന്നുള്ള ചോദ്യം മുന്നിൽ നിൽക്കുന്നു. മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ സ്വാഭാവികമായ ആ ഹാങ് ഓവർ ഉണ്ടാകും. ആ ഹാങ് ഓവറിൽ നിന്ന് നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ജീവിതവും പൊതുജീവിതവും ഒക്കെ അവസാനിപ്പിക്കണമെന്ന് തോന്നും. നമുക്ക് കച്ചവടം നടത്തി നമ്മൾ എടുത്തുകൊണ്ടിരുന്ന പണിയും എടുത്തങ്ങ് ജീവിച്ചാൽ പോരെ എന്ന് തോന്നും. അല്ലെങ്കിൽ അടുത്ത ബന്ധമുള്ള ആളുകൾ, നിങ്ങളിങ്ങനെ ഇനിയും ഇതൊന്നും പറഞ്ഞിട്ട് നടന്നിട്ട് എന്ത് കാര്യം, കണ്ടില്ലേ വേറെ ആളുകൾ ആ സ്ഥാനം കൊണ്ടുപോകുന്നത് കണ്ടില്ലേ, നിങ്ങളുടെ കുറേ കാശ് പോയത് മെച്ചം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കളിയാക്കുന്നുണ്ടാവാം. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനിൽ നിന്ന് പൊതുജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള ഹാങ് ഓവറിൽ നിന്ന് ഉള്ള ചിന്തയിൽ ട്വീറ്റിടാം. എന്നിട്ട് അത് ഏതോ ഇന്ത്യണി ഇട്ടതാണെന്ന് പറയാം. പിന്നെ ഒരാൾ അയാളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളത് ഇന്നലെ വന്ന ഒരു ഇന്ത്യണിയോടാണല്ലോ വിളിച്ചു പറയാൻ പോകുന്നത്, നീ അങ്ങനെ അങ്ങ് ട്വീറ്റ് ചെയ്തോടെ എന്ന്. വലിയ ടെക്നോക്രാറ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാൾ. അപ്പോൾ ആ തീരുമാനം എടുത്തത് തന്നെ അതൊരാവേശത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഫീലിൽ എടുത്തതാണ്. അത് കഴിഞ്ഞപ്പോൾ അത് തിരുത്തലമെന്ന് BJPയുടെ നേതൃത്വം പറഞ്ഞു കാണും. കാരണം ഈ ND സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ട്വീറ്റ് വലിയ ചർച്ചയായി മാറുന്നത്. മാധ്യമങ്ങളൊക്കെ അത് വലിയ ആഘോഷമാക്കുന്നു. പക്ഷേ സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാണ് എന്ന് പറഞ്ഞ് ട്വീറ്റിടാനും ആ ട്വീറ്റ് അതേപടി ഈ മണിക്കൂറിലും നിലനിർത്താനും ഒക്കെ കഴിയുക എന്ന് പറയുന്നത് വല്ലാത്ത തൊലിക്കെട്ടി തന്നെ. സുരേഷ് ഗോപി തന്നെ ഈ സഹമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമോ വേണ്ടയോ എന്നുള്ള ആലോചനയിലാണ്. മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ സുരേഷ് ഗോപി അവരെ കുതിര കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു.
കാരണം ഈ സഹമന്ത്രി സ്ഥാനം ഒട്ടുമേ സുരേഷ് ഗോപിക്കും പിടിച്ചിട്ടില്ല. മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ കലിപ്പ് രാജീവ് ചന്ദ്രശേഖരനുമുണ്ട്. അതുകൊണ്ടരിശം തീരാഞ്ഞവന ചാനലുകാരുടെ മണ്ടയിൽ കയറി പ്രതീക്ഷിച്ച കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമോ കിട്ടാത്തതിൻ്റെ കലിപ്പ് മുഴുവൻ സുരേഷ് ഗോപി തീർത്തത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിച്ചെന്ന ചാനലുകാരോടാണ്. കേരളത്തിൽ അക്കൗണ്ട് തുറന്നാൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉറപ്പ് എന്ന് പറഞ്ഞാണല്ലോ സംഘികൾ കേരളത്തിലാകെ പ്രചരണം നടത്തിയത്. ഇപ്പോൾ സുരേഷ് ഗോപി സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് മന്ത്രിസ്ഥാനം തൽക്കാലം ഏറ്റെടുക്കില്ല എന്നുള്ള ഒരു നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ സഹമന്ത്രിയാക്കാനാണ് മോദി തീരുമാനിച്ചത്. സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചത് 51ാമത്. ഇപ്പോൾ കേരളത്തിൽ അക്കൗണ്ട് തുറന്നതൊന്നും മോദിയെയോ BJPയെയോ സംബന്ധിച്ച് ഒരു വലിയ സംഭവമൊന്നും അല്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിക്ക് ഒരു സ്വതന്ത്ര ചുമതല പോലും കൊടുക്കാതിരുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് ഈ നാട് തിരിച്ചറിയുമ്പോൾ സുരേഷ് ഗോപിക്ക് അതിൽ മോദിയോട് തോന്നുന്ന നീരസം ചാനലുകാരോട് തീർത്തിട്ടെന്ത് കാര്യം? 8 വകുപ്പുകളിൽ എങ്ങനെ വിടപെടാൻ കഴിയുന്നത് വേണമെന്ന് പറഞ്ഞിരുന്നു. അറിയത്തില്ല. അല്ല, അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ സഹമന്ത്രി സ്ഥാനം മാത്രമാണല്ലോ കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണ്? അല്ല, അതുപോലും വേണ്ടെന്നാ ഞാൻ പറയുന്നത്. എന്താ പോലും നിങ്ങൾ അങ്ങനെ പറയുന്നത്? മീഡിയ വൺ വെരി ഗുഡ്. കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. ഒന്നുകൂടി ഉറപ്പിച്ചു. താങ്ക് യു. വാട്ട് ഇസ് റോങ്? എന്തോന്ന് പോലും? ഏത് പോലും ഞാൻ ചോദിച്ചേ? നിങ്ങൾ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് പിന്നെ 8 വകുപ്പിലെങ്കിലും ഇടപെടാൻ കഴിയണമെന്ന് താങ്കൾ പറഞ്ഞു. അതല്ല, പിന്നെന്താ? സഹമന്ത്രി സ്ഥാനം. സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത് എന്നാണ് പറഞ്ഞത്. അതിനെന്താ 8 വകുപ്പിൽ ഇടപെടാൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. സർ, MP-ക്ക് എല്ലാ വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ? MP-ക്ക് പറ്റും. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ. മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർ സുരേഷ് ഗോപിയോട് ചോദിച്ചത് വളരെ മാന്യമായ ചോദ്യമാണ്. നേരത്തെ പറഞ്ഞത് 8 മന്ത്രിമാരെ എൻ്റെ ചൊൽപ്പടിക്ക് വിട്ടുതരണം, അതുമാത്രമാണ് മോദിയോടുള്ള അഭ്യർത്ഥന എന്നാണ്. ഒരു സഹമന്ത്രിയായാൽ എങ്ങനെ 8 മന്ത്രിമാരെ ചൊൽപ്പടിക്ക് കിട്ടും എന്നുള്ള ഒരു ലളിതമായ ചോദ്യം ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. ഉടനെ അയാളുടെ മൈക്കിലേക്ക് നോക്കി, ഓ മീഡിയ വണ്ണാണല്ലേ, നിങ്ങൾക്ക് ഭരണഘടനയോട് തെല്ലും വിശ്വാസമില്ലല്ലോ, അതൊക്കെ നേരത്തെ അറിയാം, ഇപ്പോൾ ഉറപ്പായി എന്ന്. ഇവിടെ ഭരണഘടനാ പദവിയും മീഡിയ വണ്ണിൻ്റെ നിലപാടും തമ്മിൽ എന്ത് ബന്ധം? 8 മന്ത്രിമാരെ ചൊൽപ്പടിക്ക് കിട്ടണമെന്ന് പറഞ്ഞയാൾ ഒരു ക്യാബിനറ്റ് പദവി പോലും ഇല്ലാതെ, ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പോലും ആകാതെ, ഒരു സാധാരണ സഹമന്ത്രി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലും കേരളത്തിന് ഒരുപക്ഷെ ഈ 2 സഹമന്ത്രി സ്ഥാനം കിട്ടിയേനെ. സുരേഷ് ഗോപി 2ാം സ്ഥാനത്താണ് വന്നിരുന്നതെങ്കിൽ സുരേഷ് ഗോപിയെ ഒരു മന്ത്രിയാക്കിയേനെ. ഇപ്പം തെരഞ്ഞെടുപ്പിൽ നിൽക്കാതെ, ജയിക്കാതെ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ടെൻഷനും അനുഭവിക്കാതെ ജോർജ് കുര്യൻ മന്ത്രിയായില്ലേ?